കൂട്ടുകാരെ, നമുക്കിന്ന് ചായക്കടകളിലും ബേക്കറിയിലും കിട്ടുന്ന വെട്ട് കേക്കില്ലേ, അതെങ്ങനെ നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. അതിന് പ്രധാനമായിട്ട് വേണ്ടത് മൈദപ്പൊടിയും റവയുമാണ്. ഞാൻ മൈദപ്പൊടി തരിച്ച് വെച്ചിട്ടുണ്ട്. റവ വറുത്ത റവയാണ് ഞാൻ എടുത്തിക്കുന്നത്. ഇനി നിങ്ങളുടെ വീട്ടുകളിൽ വറുക്കാത്ത റവ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല, അതിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ മൈദ എടുത്തിട്ടുള്ളത് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പൊടിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് പഞ്ചസാരയാണ്. അത് നമുക്ക് മിക്സിയിൽ കൊട്ടി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലിട്ട് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് കൊണ്ടുവരാം. പഞ്ചസാര നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കൂടെ നമുക്കൊരു 3 കോഴിമുട്ട ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയ കോഴിമുട്ടയായ കാരണമാണ് 3 എണ്ണം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 2 എണ്ണമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും, വലിയ മുട്ടയെങ്കിൽ. ഇത് നമ്മുടെ കോഴിയിട്ട മുട്ടയാണ്, ചെറിയ മുട്ടകൾ. ഇതും കൂടി നമുക്ക് നന്നായിട്ട് ഇതിൽ അരച്ച് കൊണ്ടുവരാം. ഞാനിത് മിക്സിയിൽ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഉണ്ടാവും. പഞ്ചസാരയും മുട്ടയും പാടെ ഏലക്കയും അരഞ്ഞെടുത്ത് നമുക്കിനി ഇത് ഇവിടെ മാറ്റി വെക്കാം. ഇതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മാവ് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. റവയും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സാക്കാം. ഇത് നിങ്ങളുടെ വീട്ടുകളിൽ വലിയ തരിപ്പുണ്ടെങ്കിൽ തരിപ്പയിൽ ഒന്ന് തരിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാം അത് മിസ്സാവും. ചെറിയ തരിപ്പയിൽ തരിച്ചാൽ റവ വേറെ പുറത്ത് വരും. അതാണ് വലിയ തരിപ്പ് ഉണ്ടെങ്കിൽ അതിൽ തരിച്ചെടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിസ്സാവും. ഇനി നമുക്കിതിൽ പൊടിച്ച് അരച്ച് കൊണ്ടുവന്ന കോഴിമുട്ടയും പഞ്ചസാരയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇനി നമുക്കൊന്ന് സ്പൂണായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, മുട്ട മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാതും മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. നമ്മളെടുക്കുന്ന മൈദമാവിനെയും റവേനെയും മുട്ടേനെയും അനുസരിച്ച് നമ്മൾ കുഴയ്ക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടാനോ കുറയാനോ സാധ്യത ഉണ്ട്. അപ്പോൾ കൂടുകയാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കുക. വെള്ളം കുറവാണെങ്കിൽ ഓരോരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കുക. തോനെ ഒഴിക്കുകയാണെങ്കിൽ വെള്ളം കൂടിപ്പോവും. അതിനാണ് പറഞ്ഞത് തുള്ളി കൈ നനച്ചിട്ട് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ മാവ് കുഴച്ച് നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഓയിൽ പുരട്ടി പാത്രത്തിൽ ഓയിൽ പുരട്ടാം. ഇതിവിടെ ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. നമ്മളിതിപ്പോൾ കുഴച്ച് വെച്ചത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അത് പരത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ, ഞാനൊരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്, അതിൽ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് മൊത്തത്തിൽ പരത്തി വെക്കാം, പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ കുഴച്ച മാവ് ഇതിലെടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എല്ലാ സൈഡും ഒരേപോലെ ആവണം കേട്ടോ. നല്ല
കട്ടിയുള്ള സ്പൂൺ വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒന്നുപോലെ നിരപ്പായി വരും. ഇനി നമുക്കിത് വെട്ട് കേക്കിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ആദ്യം ഒന്ന് കട്ട് ചെയ്യും. ഇനി നമുക്കിത് കുറുകെ മുറിച്ചെടുക്കാം. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഈ സാധനം നല്ല മഞ്ഞ കളറിലുണ്ടാവുക. ആ കളറ് വരാൻ അവർ കളറ് പൊടി ചേർക്കുകയാണ്. ഞാനിത് ഇതിൽ കളറ് പൊടിയൊന്നും ചേർക്കണില്ല. അപ്പസോഡ ഇടുന്നത് കൊണ്ട് മഞ്ഞപ്പൊടി ഇടുകയാണെങ്കിൽ ചുവപ്പ് കളറിലാവും. അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല, കളർ പൊടി ഇട്ടിട്ടില്ല. ഇതിന് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ പാത്രത്തിൽ നിന്ന് വേറെ ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെട്ട് കേക്കിൻ്റെ രൂപത്തിൽ ഒന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ കുറച്ച് ആഴത്തിൽ പാതി മുറിക്കണം കേട്ടോ. കണ്ടില്ലേ? ഇങ്ങനെ വരേണ്ട രീതിയിൽ മുറിക്കുക. ഇങ്ങനെ എല്ലാതും നമുക്ക് ആക്കിയെടുക്കാം. നമുക്കിനി ഇത് തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇടുമ്പോൾ നല്ല തിളച്ച എണ്ണയായിരിക്കണം. ഇട്ട് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ വേണം വേവിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലൊക്കെ വേവുള്ളൂ. നമ്മളെ എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇട്ട് കൊടുക്കാം. ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം, പൊരിച്ചെടുക്കാം. നമുക്കിതിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ കളർ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് നമുക്ക് നമ്മുടെ ഇത് കേക്ക് ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഇനി നമ്മുടെ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ റിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ മാത്രം നല്ല ചൂട് മതി കേട്ടോ. പിന്നെ തീ കുറച്ചിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവുക. ഇച്ചിരിച്ചാ ചെറിയ തീ വെച്ചാൽ മതി. നമുക്കിനി രണ്ടാമത്തെ റിപ്പും കൂടി ആയിട്ടുണ്ട്. അതുകൂടി എടുക്കാം. അങ്ങനെ എല്ലാതും പൊരിച്ചെടുത്ത് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തന്നെ പൊട്ടിച്ചു നോക്കാം. ഇത് കണ്ടില്ലേ? മേലെ നല്ല മുരുമുരേനുണ്ട്, കണ്ട? ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. അയ്യവാ, അടിയിൽ നല്ല സോഫ്റ്റ്, കണ്ടില്ലേ? എന്താ ഇത്? എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും പരീക്ഷിച്ചിട്ട് കമൻറ്റ് പറയണം. പിന്നെ ഇത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാൻ കൂടി മറക്കല്ലേ മക്കളെ.